ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദൻ. ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യുന്നത് 2024 സെപ്റ്റംബർ മാസഫലമാണ്. ഇപ്പം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിയുടെ ഫലങ്ങളാണ് നമ്മൾ നോക്കുക, അല്ലെ? ഇപ്പം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഫലങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനി സെപ്റ്റംബർ മാസമാണ്, അല്ലെ? നമ്മുടെ ജീവിതത്തെ എന്തൊക്കെ പ്രതീക്ഷയോടെയാണ് കാണേണ്ടത്, എന്തൊക്കെ കരുതലാണ് നമ്മൾ എടുക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ വ്യക്തമായി നോക്കുക. തൊഴിൽ സംബന്ധമായിട്ട്, വിദ്യാർത്ഥികൾ കാര്യങ്ങള്, കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങള്, അതേപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും നമ്മൾ എന്ത് ചെയ്യണേ, നമ്മൾ ഈ ഒരു മാസഫലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. രാശി ഫലം വെച്ചോ ലഗ്ന ഫലം വെച്ചോ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. രണ്ടും കൂടി കാണുമെങ്കിൽ ഉചിതമായിരിക്കും. രണ്ടും കൂടി കണ്ടു കഴിഞ്ഞാൽ ഇപ്പം മേടരാശിയിൽ ജനിച്ചു, ഇടവ ലഗ്നമാക്കി മേടത്തിനെയും ഇടവത്തിനെയും കൂടി ഫലം കാണുന്നത് വളരെ ഉത്തമമായിരിക്കും. എന്നിട്ടൊരു സമ്മിശ്ര ഫലമായിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ടിന്റെയും കൂടി ഫലം കോടീകരിച്ച് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാതകത്തിലേക്ക് കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അതിന്റെയൊക്കെ വിശദമായ കാര്യങ്ങൾ നമുക്ക് വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. ഒരു കേട്ടോ, നമ്മുടെ ഫലം കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോ അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. മിഥുന രാശി, മകേരമര, തിരുവാതിര, പുണർദം, മുക്കാടുന്നു രണ്ടേക്കാൾ നക്ഷത്രമാണ് മിഥുന രാശി അഥവാ മിഥുന. അപ്പം മിഥുന രാശിയെ സംബന്ധിച്ചവരും ഈ ഒരു മാസം എന്ന് പറയുക തൊഴിൽ സംബന്ധമായിട്ട് നോക്കിയാൽ 10 രാഹു ഒക്കെ നോക്കുന്ന സമയമാണ്. രാഹുവിന്റെ സ്വഭാവം നമുക്കറിയാലോ, ഒന്നിനെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ഒരു കാര്യത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കില്ല. പല കാര്യങ്ങളും ഏത് ഓപ്ഷൻ എടുക്കണം, പല അവസരങ്ങൾ വരുമ്പോൾ ഏത് അവസരം ഞാൻ എടുക്കണം എന്നൊരു കൺഫ്യൂഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ വ്യാഴമൊക്കെ നമുക്ക് 12 നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതാണോ ആദ്യം കിട്ടുന്ന അവസരം അതങ്ങ് എടുക്കുക. ഇപ്പം ഒരു തൊഴിൽ ലഭിക്കാൻ വേണ്ടി നോക്കുവാണ്, അപ്പൊ പല ഒരു ഭാഗത്തിന് നമ്മളെ ഇന്റർവ്യൂ ഒക്കെ സെലക്ട് ആയിട്ടുണ്ട്. ഏതിനെ പോകണം, നിങ്ങൾക്ക് ആദ്യം ഏത് ലെറ്ററാണോ കിട്ടുന്നത് അത് നിങ്ങൾ എടുക്കുക. ഓക്കെ, അതേപോലെ എന്തൊരു അവസരമായാലും ജീവിതത്തിൽ എന്തൊരു കാര്യങ്ങൾ വന്നാലും ഒരു ചോയ്സ് വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഏതാണോ അതങ്ങ് എടുക്കുക. പരീക്ഷയുടെ കാര്യമല്ല, വിദ്യാർത്ഥികളുടെയും പറയാം. ഓക്കെ, അല്ലാതെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആദ്യം കിട്ടുന്ന ഓപ്ഷൻ എന്താ അത് നോക്കുക. ഇപ്പൊ ഒരു ജോലി ഉണ്ട്, ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക, ഞാൻ ആ ജോലിയിൽ നിന്ന് മാറിയിട്ട് ഒരു ബിസിനസ് തുടങ്ങിയാലോ, അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിന് ഇറങ്ങിയിട്ട് മറ്റൊരു സ്ഥാപനത്തിൽ കയറിയാലോ എന്നൊക്കെ ചോദിക്കുന്നവരോട് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ ഏത് ജീവിതത്തിലാണ്, ഏതൊരു സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത് വെച്ചാൽ ഏതൊരു തൊഴിലാണ് നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു തൊഴിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ജോലി ഉണ്ടെങ്കിൽ, ജോലി ഇല്ലെങ്കിൽ മറ്റേ പറഞ്ഞ കാര്യത്തിലേക്ക് നിങ്ങൾ ചിന്തിക്കാവുള്ളൂ. ഏത് ഓപ്ഷൻ വരുന്ന അനുസരിച്ച് എടുക്കുക. മറ്റു ജോലി ഉണ്ടോ വേറൊരു ഓപ്ഷൻ വന്നു ഇപ്പൊ മൂവ് ഓൺ ചെയ്യണ്ട, ഈ ഒരു മാസം അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, ആ ഒരു സ്ഥാപനത്തിൽ തന്നെ ജോലി കണ്ടിന്യൂ ചെയ്യുക. എന്താണ്, നിങ്ങൾക്ക് ഒരു വരുമാനം കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സറൗണ്ടിങ് ഇഷ്ടപ്പെടുന്നുണ്ടാവൂല, നിങ്ങൾക്ക് നിങ്ങളുടെ കോവർക്കേഴ്സ് കുറച്ച് ഈഗോസ് ഉള്ളവരാവാം, അല്ലെ ബോസിന് കുറച്ച് ഈഗോസ് ഉണ്ടാവാം, എന്തും ആവാം. പക്ഷെ എന്തൊരു വിഷയമായാലും നിങ്ങൾക്കൊന്ന് സഹിച്ച് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ ഈ ഒരു മാസം അങ്ങനെ പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുക. ഓക്കെ, ഇപ്പം ഇല്ലാത്തൊരു ജോലിക്ക് തപ്പുന്നവർക്ക് അന്വേഷിക്കാം. ബിസിനസ് കാര്യം നോക്കിയാലും ഉത്തമമാണ്. പക്ഷെ പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് സൈഡിലേക്ക് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ടേക്ക് കെയർ ചെയ്യുന്ന ഉത്തമമായിരിക്കും. ചെലവൊക്കെ വർദ്ധിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. എന്തൊരു കാര്യം നല്ല രീതിയിലുള്ള ചിന്തനയൊക്കെ ആവശ്യമായി വരുന്ന ഒരു സമയം തന്നെയായിരിക്കും. 23 സെപ്റ്റംബറിന് ബുധൻ കേതുവിനോട് കൂടുന്ന സമയമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓവർ കോൺഫിഡൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക. നമുക്ക് തന്നെ നമ്മുടെ മേലിൽ എന്നെ കൊണ്ടാണ്, എനിക്ക് അറിയാവുന്ന കാര്യമല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്തേക്കാം, അങ്ങനെ ഇരിക്കാതെ ബെറ്റർ ഒരു അഡ്വൈസ് എടുക്കുക. നമുക്ക് ആരാണോ അഡ്വൈസ് ചെയ്യാൻ നല്ലത് അവർ അഡ്വൈസ് എടുക്കുക. നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പോകുക, അല്ലെങ്കിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എനിക്കൊരു പുതിയ കാര്യം നടത്തണം, ഒരു പുതിയ കാര്യം ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്താൽ നല്ലതാണുണ്ട്, ആരോടെങ്കിലും ചോദിക്കണം. ആരോടെങ്കിലും ചോദിച്ച് നമ്മൾ അതിനെ എപ്പോഴും പറയാൻ തക്ക വണ്ണം കഴിവുള്ള ഒരാളോടെ ചോദിക്കണം. അതല്ലാതെ നമ്മളിപ്പോ ചോദിക്കാൻ പോകുന്നത് ഫിനാൻസ് റിലേറ്റഡ് കാര്യമാണ്. നമ്മൾ പോയി എന്ത് ചെയ്തല്ല, ഫിനാൻസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളോട് പോയി ഫിനാൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് പറയും, അവൻ പറഞ്ഞു തരുന്നത് എന്തായിരിക്കും, നമ്മൾ ചിന്തിക്കുന്നത് കഴിഞ്ഞാൽ പൊട്ടത്തരായിട്ടുള്ള കാര്യമായിരിക്കും, അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കേണ്ടാരും ആർക്കാണോ അറിയാവുന്നത്, അതിൽ ആർക്കാണോ എക്സ്പെർട്ടൈസ് ഉള്ള അവരോട് അത് ചോദിക്കുക. ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസിൽ ആരാണോ നിങ്ങൾക്ക് അറിയാവുന്ന നല്ല ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന, എന്ന് വെച്ചാൽ ഫിനാൻസ് സാമ്പത്തികമായിട്ട് മേടിക്കാനല്ല, നമുക്കൊരു അഡ്വൈസ് സ്വീകരിക്കുന്ന ആർക്കാണോ പറ്റുന്നത് അതിൽ നിൽക്കുക. ഇനി ബിസിനസ്സിനൊരു മാർക്കറ്റിംഗ് സ്റ്റൈൽ നോക്കണം. ഓക്കെ, മാർക്കറ്റിങ്ങിന് ആരാണോ ബെസ്റ്റ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് അഡ്വൈസ് തരാൻ നൽകാൻ കേപ്പബിൾ ആയിട്ടുള്ളവർ ആരാണോ അവരോട് ഡിസ്കസ് ചെയ്യുക.
അത് വലിയ പോരായ്മയായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓവർ കോൺഫിഡൻസ് എന്ത് ചെയ്യും, ഭാവിയിലായാലും ജീവിതത്തിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ അത് ഞാൻ കരുതി നിന്ന ഉത്തമമായിരിക്കും കേട്ടോ. അതുപോലെ കുടുംബത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുജനൊക്കെ നിൽക്കാവുന്ന ഭാവത്തിലായിരിക്കും. പൊതുവെ ഒരു ദേഷ്യമൊക്കെ വർദ്ധിക്കുന്ന സമയമായിരിക്കും. ആരോടും ഒരു വലിയ മമതയൊന്നും നമുക്ക് അങ്ങനെ വലിയ അടുത്ത് തോന്നുന്നുമില്ല. നമുക്ക് എന്താണോ പറയാൻ വേണ്ടി നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യമായിരിക്കും, പക്ഷെ മറ്റുള്ളവർ കേൾക്കുന്നല്ല, മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് അത് വേറൊരു തലത്തിൽ വേറൊരു രീതിയിലാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വാക്ക് പറയുമ്പോൾ അത്രമാത്രം ചിന്തിച്ച് മാത്രം ഓരോ വാക്കുകൾ പറയുക. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മാസം പറയുന്ന വാക്ക് കാരണം വളരെ കാലമായി നിന്നൊരു സൗഹൃദമാവാം, അല്ലെങ്കിൽ ഒരു ബന്ധമായിരിക്കാം. ആ ബന്ധം എന്താവും, നിമിഷ നേരം കൊണ്ട്, സെക്കൻഡ് നേരം കൊണ്ട് അതിൽ ഇല്ലാതെയായി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളവിടെ കണ്ടാൽ പോലും മിണ്ടൂലാത്തൊരവസ്ഥയിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായി ചിന്തിച്ച് മാത്രം, ഒന്നിന് 100 വട്ടം ചിന്തിച്ച് എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു കാര്യം പറയുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുക. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സമാധാനം, പേഷ്യൻസ് നമ്മൾ വിട്ട് കളയുകയേ ചെയ്യല. ഒരു മാസം എന്തൊക്കെ നമുക്ക് പ്രലോഭനം വന്നാലും അതിനേക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്ത് പ്രെയർ ചെയ്ത് ഒന്ന് കാം ഡൗൺ ആക്കി പേഷ്യന്റ് ആയിട്ട് നോക്കുക. നമുക്ക് ദേഷ്യം വരുമ്പോൾ ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരില്ല. ഓക്കെ, ദേഷ്യം വരുമ്പോൾ ഒരു വാക്ക്, കമ എന്ന ഒരു അക്ഷരം പോലും എന്ത് ചെയ്യാനാണല്ല നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ല. നമുക്ക് ഇഷ്ടദേവതയെ മനസ്സിൽ വിചാരിക്കാൻ നേരം. അപ്പൊ ആ ദേഷ്യം പെട്ടെന്ന് അങ്ങ് ആളുന്നില്ലാതെയാവും, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു മന്ത്രം നമ്മൾ ജപിക്കുക. അപ്പൊ ആ ദേഷ്യം എന്ത് ചെയ്യും, നമുക്ക് ആ ദേഷ്യം അന്നേരം തന്നെ അങ്ങ് ഇല്ലാതെയായി നമ്മുടെ ഉള്ളിൽ ആ ഒരു പോസിറ്റീവ് എനർജി നിറയും. ഓക്കെ, അപ്പൊ ഈ മന്ത്രം ചെല്ലുമ്പോൾ നമ്മുടെ ആ ഇഷ്ടദേവതയുടെ രൂപം നമ്മുടെ ആ മനസ്സിലെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണുക. ആ ഇഷ്ടദേവതയെ നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ സമാധാനിപ്പിക്കുന്നതായിട്ട് കാണുക. അപ്പൊ തന്നെ ആ ദേഷ്യം ഇല്ലാതെയാവും. അപ്പൊ നമ്മള് പറയാൻ തുറക്കണമെന്ന് നമ്മളുടെ ഭാഗങ്ങളിൽ. ഓക്കെ, അതായിരിക്കും ഈ ഒരു മാസം നല്ല ഭാര്യ ഭർത്താക്കന്മാരായാലും പ്രണയികളായാലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. വിദ്യാർത്ഥികളായാലും നോക്കുകയാണെങ്കിൽ ബുധനൊക്കെ നല്ല സ്ഥാനത്താണ് 23-ാം തീയതി വരെ. അതിനുശേഷം എന്ന് പറയുന്നത് എന്താ, നമുക്കൊരു കൺഫ്യൂഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു പേരൻസ്, മെന്റർ, എക്സ്പേർട്ട് അല്ലെ എൽഡേഴ്സ് ആർക്കാണ് നിങ്ങൾക്ക് ആ ഉപദേശം നൽകാൻ സാധിക്കുന്നത് അവരോട് എന്ത് ചെയ്യുക, ഉപദേശം സ്വീകരിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച് വിവാഹത്തിന് കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് 7-ാം ഭാവത്തിൽ 12 നിൽക്കുന്ന സമയമാണ്. മിഥുനത്തെ കുജൻ നിൽക്കുന്ന സമയമാണ്. ശുക്രൻ നീചത്തിൽ പോകും. പൊതുവെ മിഥുനത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്ന സമയമായിരിക്കും. പെട്ടെന്ന് റിയാക്റ്റീവ് ആവുന്ന കാര്യങ്ങളായിരിക്കും. ഭർത്താവ് പോലും ചിന്തിക്കും, ഓ ഇത്ര നാളും ഇങ്ങനെ റിയാക്റ്റീവ് ഇല്ലല്ലോ, പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് പ്രതികരിക്കുന്ന സ്വഭാവത്തിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എപ്പോഴും മനസ്സിലൊരു ദുഃഖം, ഒരു ദുഃഖഭാവം ഒക്കെ തോന്നാനും സാധ്യതയുണ്ട്. സോ ആ കാര്യം ശ്രദ്ധിക്കാം. ആരോഗ്യ സംബന്ധം നോക്കിക്കഴിഞ്ഞാൽ 4 കഴിഞ്ഞൊക്കെ സമയമാണ്. അതുപോലെ തന്നെ സൂര്യൻ, അതുപോലെ തന്നെ 23-ന് ബുധനും എന്താണ് കന്നി രാശിയിലേക്ക് വരുന്ന സമയമാണ്. നമുക്കൊരു മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ അമിതമായ ചിന്തകളൊക്കെ ഉള്ളവരെങ്കിൽ ഒന്ന് ഒഴിവാക്കുന്ന ഉത്തമമായിരിക്കും. അനാവശ്യ ചിന്തകൾ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായി മരുന്ന് സ്വീകരിക്കാൻ ശ്രമിക്കുക. ആ മരുന്ന് കഴിക്കുമ്പോൾ ഒരു നേരം പോലും മുടക്കം വരുന്നതാതെ കൃത്യമായി ഇത് കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ആരോഗ്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മിഥുന രാശിക്ക് ഈ ഒരു സെപ്റ്റംബർ മാസം കടത്തിയിറങ്ങാൻ സാധിക്കും കേട്ടോ. അപ്പൊ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഫലം മാത്രം കേട്ടുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ അത് ബാധിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനമായ കാര്യമാണ്. അതിനു മുമ്പ് നിങ്ങളുടെ പേര്, നക്ഷത്രം താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടിലും പൂജയിലും നിങ്ങളുടെ പേര്, നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന്. ആഗ്രഹം കൂടി ഏതുവാണെങ്കിൽ ഉത്തമം. ഇനി അത് എഴുതിയില്ലെങ്കിലും വിഷയമില്ല കേട്ടോ. പേര്, നക്ഷത്രം എഴുതിയാൽ മതി. അത് വ്യക്തമായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക, മിക്സ് ആയി പോവാതെ. നമുക്ക് വായിക്കുന്നവർക്ക് വായിച്ചെടുക്കാവുന്ന രീതിയിൽ പേരും നക്ഷത്രം ഇന്നതാണെന്ന് വ്യക്തമായിട്ടുള്ള രീതിയിൽ എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പേര്, നക്ഷത്രം എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം വീഡിയോ നമ്മൾ ഇത്ര ആയിട്ട് കണ്ടു. അപ്പൊ എന്റെ മാസഫലം ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ എനിക്ക് ഈ ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ട നമ്മുടെ സ്വയ ജാതകം നമ്മൾ പരിശോധിച്ചേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വയ ജാതകത്തിലാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം ഇരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചിന്ത ഇരിക്കുക. അല്ലാതെ പൊതുവായിട്ടുള്ള ഫലം എന്ന് പറയുന്ന എത്രയൊക്കെ മേടരാശിക്കാര് മേടത്തിലേക്ക് ജനിച്ചവരുണ്ടോ, മേടലഗ്നത്തിൽ ജനിച്ചവരുണ്ടോ, രാശി ജനിച്ചവരുണ്ടോ, ഇവർക്കൊക്കെ പൊതുവായിട്ടുള്ള ഫലമാണ് ഇട്ടത്. ഇത് നമ്മുടെ ജാതകമായിട്ട് എങ്ങനെയൊക്കെ ബന്ധിച്ചിരിക്കുന്നു, നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണ് നോക്കുക, നമുക്ക് ഏത് ദശയാണ് നടക്കുന്നത്, ഏത് അപകാരമാണ് ഇത് നടക്കുന്നത് എന്നൊക്കെ ഉള്ള വളരെ പ്രധാനമായി പങ്കുവഹിക്കുന്നതാണ്.
അപ്പം ഇതൊക്കെ നോക്കി നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടൊരു മാസഫലം എന്ന് കണക്കൂട്ടാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്കൊരു നല്ല ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് എത്രമാത്രം അനുഭവത്തിൽ, നമുക്ക് ആ ഭാഗ്യ അനുഭവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ വന്നേക്കുന്നത് നമ്മുടെ ജാതകം നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. കാരണം ജാതകത്തിൽ മോശമായിട്ടാണ് നിൽക്കുന്നത്, നമുക്ക് നെഗറ്റീവ് ഷെയ്ഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ഗോചരാണ് നല്ലൊരു ഫലമാണ് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഗോചര ഫലത്തെ കഴിഞ്ഞ് കൂടുതൽ നമുക്ക് ആധിക്യം എടുത്ത് നിൽക്കുന്നത് നമ്മുടെ ജാതക ഫലം തന്നെയാണ്, അല്ലെ, നമ്മുടെ തലവരെയാണ്. അപ്പൊ ആ ജാതകത്തിൽ നമ്മുടെ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ ഡീറ്റെയിലായിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ നിത്യമായിട്ട് പ്രശ്നങ്ങൾ മാത്രം, മാസഫലത്തിൽ എപ്പോഴും ഉത്തമമായ ഫലങ്ങൾ മാത്രമാണ് വരിക, എനിക്ക് അനുകൂലമായ ഫലങ്ങൾ മാത്രം ഉണ്ടാവുക, പക്ഷെ എനിക്ക് ജീവിതത്തിൽ അതൊന്നും അനുഭവിക്കാൻ പറ്റാറില്ല എന്നുള്ളവര് നിർബന്ധമായിട്ട് ജാതകം പരിശോധിക്കുകയും ഒരു പരിശോധന നടത്തുകയും അത്യുത്തമമായിരിക്കും. കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഗോചരഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താത്തത്, എന്തുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് ആ ഒരു കണക്ഷൻ ചാനൽ കറക്റ്റ് ആവാതെ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല തരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം, അല്ലെ. അപ്പൊ ആ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കര ഡൗൺ ആവും, അല്ലെ. ആ മനസ്സ് ഡൗൺ ആവുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് കാണും, അല്ലെ, ഒരു പൊതു ഫലം എടുത്തു കാണും. അപ്പൊ അതിനെ ഭയങ്കരമായിട്ട് നമുക്ക് ദോഷഫലങ്ങളാണ് പറഞ്ഞതെന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കോ, ടെൻഷൻ കേട്ടോ, പിന്നെ അവിടെ നിന്ന് ആധികരിച്ച് നിങ്ങൾ വേറെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചൊക്കെ പോവാറുണ്ട്, അല്ലെ. അപ്പൊ അങ്ങനെ ഒന്നും പോകണ്ട. കാരണം എന്താ, ഗോചര ഫലത്തെ കഴിഞ്ഞ് കൂടുതൽ നമ്മുടെ ജാതക ഫലമാണ് നോക്കുക. അപ്പൊ ആ ജാതകത്തിൽ നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി നിങ്ങളുടെ ജീവിതത്തിൽ ശുഭപ്രതീക്ഷയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എപ്പോഴും ശുഭപ്രതീക്ഷയോടെ ഇരിക്കുക, ദുഃഖമൊന്നും വേണ്ട കേട്ടോ. അപ്പം ഫലം എന്തും തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾ കൃത്യസമയത്ത് ചെയ്യുക, വേണ്ട മുൻകരുതലുകൾ എടുക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി വർക്ക് ചെയ്യുക. നമ്മുടെ നമ്മുടെ കർമ്മത്തിനുള്ള ഫലം നമുക്ക് എന്തായാലും ലഭിച്ചേ പറ്റുള്ളൂ, അല്ലെ. അപ്പൊ അതിനുണ്ടാവുന്ന തടസ്സങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനൊക്കെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ രീതിയിൽ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുകയാണ് കേട്ടോ. അപ്പം ചുമ്മാ ഇരുന്നുകൊണ്ട് നല്ല ഫലമാണ് വെറുതെ ഇരുന്ന ഒരു ഫലം ഉണ്ടാവില്ല. ചീത്ത ഫലമാണ് ഓർത്തും പേടിച്ചിരുന്നാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ചീത്ത ഫലത്തിൽ നമ്മൾ അധികമായി കഷ്ടപ്പെടണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അവിടെ വെറുതെ അല്ല ഇരിക്കണ്ട, അവിടെ ഇരട്ടി പരിശ്രമം എടുത്ത് ഞാൻ എങ്ങനെയെങ്കിലും നേരിട്ടേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് തന്നെ മുന്നോട്ട് പോവാ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് അത് മറികടക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയും കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഈശ്വരൻ നോക്കോ, എത്ര നാളായിട്ട് എന്റെ ഉണ്ണി കഷ്ടപ്പെടുക, ഉണ്ണിയെ രക്ഷിച്ചേക്കാം എന്നൊരു ചിന്ത. നമ്മൾ ഇഷ്ടപ്പെടുന്ന മൂർത്തി ഏതാണോ, അത് യേശു ആവാം, അല്ലാഹു ആവാം, ശിവനാവാം, വിഷ്ണു ആവാം, ദേവി ആവാം, ആരും ആവാം. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരാണോ, ആ ഒരു പ്രപഞ്ച ശക്തിയാവാം, ആരാണോ ആ ഒരു എനർജി നമ്മളിലേക്ക്, നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് എന്തേ ആയാലും കിട്ടും കേട്ടോ. നല്ലതായാലും ചീത്തയായാലും കിട്ടുന്ന സമയത്ത് കൃത്യമായി നിങ്ങൾക്ക് അത് ലഭിക്കും. അപ്പൊ നല്ല ഫലങ്ങൾ ലഭിക്കും, ദോഷഫലങ്ങൾ നമുക്ക് ലഭിക്കും. പക്ഷെ എന്നോർത്ത് ദുഃഖിച്ചോ വിഷമിച്ചോ ഒന്നും ഇരിക്കല്ലേ. നല്ലൊരു മാസമായിട്ട് കാണുക, ആ വേണ്ട മുൻകരുതലൊക്കെ എടുത്ത് മുന്നോട്ട് പോവുക കേട്ടോ. എല്ലാം ജാഗ്രതയോടെ പോയി കഴിഞ്ഞാൽ ഒരു വിഷയമില്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നേ.